ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുപോകാൻ കേട്ടോ. നിധി തെറ്റുകാരിയാണെന്ന് അങ്ങ് സ്ഥാപിക്കുകയാണ് രേണുകയുടെ മകൾ ശിവാനിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതും 100 പവൻ സ്വർണ്ണാഭരണം മോഷ്ടിച്ചതും എല്ലാം തന്നെ നിധിയാണെന്ന് അങ്ങ് വരുത്തി തീർക്കുകയാണ്. അങ്ങനെ ശിവാനിയുടെ വോയിസ് കൂടി കേട്ടതോടുകൂടി നിധി തെറ്റുകാരിയാണെന്ന് പോലീസും അങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ നിധിയുമായിട്ട് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താവും അർജുനും പൂജയും കൂടി അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് നിൽക്കണം സാർ എന്നങ്ങ് പറഞ്ഞ് അർജുൻ ആ ഒരു കാര്യം തടയാണ്. എന്താണെന്ന് ചോദിച്ചറിയുമ്പോൾ നിധി തെറ്റുകാരിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് തെളിയിച്ചതിന് ശേഷം മാത്രം പോരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവൽ. നിധി തെറ്റുകാരിയല്ല എന്നുള്ളതിന് തെളിവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നങ്ങ് പോലീസിനോട് പറയണം അവർ. അപ്പോൾ എന്ത് തെളിവാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നങ്ങ് ചോദിക്കുക. അങ്ങനെ അർജുൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് പറയാണ്, ഞാനും ഗൗതമും ഫ്രണ്ട്സുകളാണ്, ഞങ്ങളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പൂജയും കല്യാണത്തിന് വരുന്ന വഴിയിൽ ഒരു കാർ കേടായിട്ട് നിൽക്കുന്നത് കണ്ടു. അതിൽ ശിവാനിയെയും കണ്ടു. ശിവാനി കല്യാണ പെണ്ണിന്റെ വേഷത്തിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പൂജയോട് പറഞ്ഞു, ഗൗതം കല്യാണം കഴിക്കാൻ പോകുന്ന ശിവാനിയല്ലേ? ഗൗതം, നീ കല്യാണം കഴിക്കാൻ പോകുന്ന ശിവാനിയെ എനിക്ക് നീ കാണിച്ചു തന്നിരുന്നില്ലേ? അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ശിവാനിയാണെന്നുള്ള കാര്യം. അപ്പോൾ അവർ രണ്ടുപേരും കൂടി കാറ് കേടായതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണ പെണ്ണിൻ്റെ വേഷത്തിലാണ് ശിവാനി ഉണ്ടായിരുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതാണ് ഞങ്ങൾ കേട്ടത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് എടുത്തു. എന്തോ ഒരു വശപ്പശകുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ വീഡിയോ അങ്ങ് നിങ്ങളെ എല്ലാവരെയും കാണിച്ചു തന്നാൽ പോരെ എന്നങ്ങ് പറഞ്ഞ് അർജുൻ ആ വീഡിയോ അങ്ങ് കാണിക്കാൻ കേട്ടോ. അങ്ങനെ ശിവാനിയും അമലും കൂടി സംസാരിക്കുന്നത് എല്ലാം തന്നെ പൂജ വീഡിയോ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ പൂജ പോലീസിൻ്റെ മുന്നിൽ വെച്ച് എല്ലാവരും നിൽക്കെ ആ വീഡിയോ അങ്ങ് ഓണാക്കി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ശിവാനി അമലിനോട് പറയുന്നുണ്ട്, അമൽ, നീ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്? നീ ഒരു കേടായ കാർ എടുത്തിട്ടാണോ എന്നെ ആ കല്യാണ മണ്ഡപത്തിൽ നിന്നും ആരും കാണാതെ വിളിച്ചിറക്കി കൊണ്ടുവന്നത്? ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടല്ലേ അവിടുന്ന് ഇറങ്ങി വന്നത് എന്ന് പറയുമ്പോൾ നിനക്ക് നിൻ്റെ കാർ എടുത്ത് വന്നൂടായിരുന്നില്ലേ അമൽ എന്ന് ചോദിക്കേണ്ടോ. ഞാൻ എൻ്റെ കാർ എടുത്ത് വരാതിരുന്നത് നമ്മൾ രണ്ടുപേരും കൂടി ബോംബെയിലേക്ക് പോവുകയല്ലേ. അപ്പോൾ എയർപോർട്ടിൽ കാർ ഇടുന്നത് അത്ര സേഫ് അല്ല, അതുകൊണ്ടാണ് ഞാൻ വാടകയ്ക്ക് കാർ എടുത്തത്. പക്ഷേ ഇതിപ്പോൾ റെഡിയാവും, നീ ഒന്ന് സമാധാനപ്പെട്. അതിൻ്റെ മുന്നേ നീ അണിഞ്ഞിരിക്കുന്ന ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ അഴിച്ചു വെച്ച് ബാഗിലാക്ക്. അല്ലാതെ ഇങ്ങനെയൊക്കെ എയർപോർട്ടിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ധരിച്ചിരിക്കുന്ന എല്ലാ കോസ്റ്റ്യൂംസും മാറ്റി വെക്കേണ്ടി വരുമോ? അയ്യോ, അതൊന്നും വേണ്ട. അങ്ങനെയാകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് മിസ്സാവും. അതുകൊണ്ട് അത് വേണ്ട. പക്ഷേ നീ വിചാരിക്കുന്ന പോലെ ഗൗതമും നിധിയും തമ്മിലുള്ള കല്യാണം നടക്കില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത്? അവർ തമ്മിലുള്ള കല്യാണം ഒരുപക്ഷെ നടന്നിട്ടുണ്ടെങ്കിലോ എന്നങ്ങ് അമൽ ചോദിക്കുമ്പോൾ, ഇല്ല അമൽ, ഒരിക്കലും അവർ തമ്മിലുള്ള കല്യാണം നടക്കില്ല. അതിനുള്ള ഉപായമൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടാണ് പോന്നിട്ടുള്ളത് എന്ന് പറയട്ടോ. അപ്പോൾ എന്താണ് നീ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ശിവാനി വിശദമായിട്ട് തന്നെ അമലിനോട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പൂജ വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇതൊന്നും അവർ കാണുന്നില്ല. അങ്ങനെ ശിവാനി അമലിനോട് പറയുകയാണ്, ഗൗതമിൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് 100 പവനാണ് തന്നത്. അതിൽ 10 പവൻ്റെ മാല ഞാൻ നിധിയുടെ ബാഗിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് അങ്ങ് വോയിസ് മെസ്സേജും അയച്ചിട്ടുണ്ട്. എന്നെ നിധി എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, എവിടെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്നിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് അമ്മയെ സഹായിക്കും. എന്നിട്ട് കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് നിധിയുടെ നേരെ അങ്ങ് കംപ്ലൈൻറ്റ് കൊടുക്കണം. കാരണം ഗൗതമിൻ്റെ വീട്ടുകാർ ഒരിക്കലും വഞ്ചിക്കപ്പെടാൻ പാടില്ല. അവളാണ് ഗൗതമിൻ്റെ വീട്ടിൽ നിന്നും തന്നിരിക്കുന്ന 100 പവൻ മോഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പേരിൽ അങ്ങ് കമ്മീഷണർക്ക് പരാതി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഗൗതമും നിധിയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. അങ്ങനെ ഒരു വേല ചെയ്തു വെച്ചിട്ടാണ് ഞാൻ നിൻ്റെ കൂടെ വന്നിരിക്കുന്നത് അമൽ എന്നൊക്കെ പറയുന്നുണ്ടോ. അത് കേൾക്കുമ്പോൾ അമൽ പറയണ, അടിപൊളി ഐഡിയ തന്നെയാണ് നിൻ്റെ ബുദ്ധി അപാരം തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിധിയും ഗൗതമും തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ പൂജ വീഡിയോ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഇതങ്ങ് കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ പോലീസുകാരും അവിടെയുള്ളവരെല്ലാവരും തന്നെ ഈ വീഡിയോ കണ്ടതോടുകൂടി ആകെ അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. നിധി തെറ്റുകാരിയല്ല എന്നുള്ള കാര്യം അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ്. അർജുനും പൂജയും കൂടി ഇവളെ വെറുതെ വിടരുത്, ഇപ്പം തന്നെ ഇവളെ കയ്യോടെ പൊക്കണം, രണ്ടുപേരെയും കയ്യോടെ പൊക്കണം എന്നങ്ങ് പറഞ്ഞ് കാറിൽ നിന്നും പൂജയും അർജുനും കൂടി ഇറങ്ങുന്ന ആ സമയത്താവും ഇവർ സഞ്ചരിക്കുന്ന കാർ അങ്ങ് ശരിയായിട്ടുണ്ടാവും കേട്ടോ. അമലും ശിവാനിയും പോകാൻ ഉദ്ദേശിക്കുന്ന കാറങ്ങ് ശരിയായി എന്നങ്ങ് ഡ്രൈവർ പറയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ ആ കാറിൽ കയറിയിട്ട്
അങ്ങ് പോവുകയാണ്. അങ്ങനെ പൂജയ്ക്കും അർജുനും അമലിനെയും ശിവാനിയെയും അങ്ങ് കൈയോടെ പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ അവർ നേരെ വരുന്നത് മണ്ഡപത്തിലേക്കാണ്. അങ്ങനെ മണ്ഡപത്തിൽ വന്ന ശേഷമാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ പൂജയും അർജുനും കൂടി ഈ വീഡിയോസ് അങ്ങ് കാണിക്കുകയാണ്. അങ്ങനെ നിധി തെറ്റുകാരിയല്ല എന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും മനസ്സിലാവുകയാണ്. അങ്ങനെ വസുന്ധരക്ക് അങ്ങ് ദേഷ്യം വരാൻ കേട്ടോ. ഈ വീഡിയോ കൂടി കണ്ടതോടുകൂടി ഇത് എന്ത് ഫാമിലിയാണ്, ഇത്രയും വൃത്തികെട്ട ഒരു ഫാമിലിയെ ഞാൻ കണ്ടിട്ടില്ല, കള്ളത്തരത്തിൻ്റെ മുകളിൽ പിന്നെയും കള്ളത്തരമാണ് എന്നൊക്കെ പറയട്ടോ. എന്തായാലും ഞങ്ങളുടെ വീട്ടിലെ 100 പവൻ സ്വർണ്ണാഭരണങ്ങളുമായിട്ടാണ് ശിവാനി കടന്നു കളഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവളെ ഇത്ര പെട്ടെന്നൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അവളുടെ അമ്മ അവരെയാണ് ഞങ്ങൾ ഈ സ്വർണ്ണങ്ങളൊക്കെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്യണം എന്നങ്ങ് പറയട്ടോ. അത് കേട്ടതോടുകൂടി രേണുക ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തന്നെ പ്രതിയായി മാറിയല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ വസുന്ധര പറഞ്ഞ പ്രകാരം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങ് നിൽക്കുകയാണ് രേണുകയെ. വസുന്ധര പറയണേ, ഇവളെ ഈ രേണുകയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ എന്തായാലും മകൾ അങ്ങ് തിരിച്ചു വരും. അതല്ല, മകള് തിരിച്ചു വരലും ഉറപ്പൊന്നുമില്ല. ഈ നിൽക്കുന്ന അമ്മയുടെ മകളല്ലേ തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇവളെ അറസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ കൊടുത്ത 100 പവൻ സ്വർണം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പോലീസുകാർ എത്രയും പെട്ടെന്ന് ഇവളെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകണമെന്നങ്ങ് വസുന്ധര പറയാണ്. അങ്ങനെ രേണുകയെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ രേണുകയുമായിട്ട് അങ്ങ് പോകാൻ വേണ്ടി നിൽക്കും. അപ്പോഴാവും പാറു അങ്ങ് പറയാണ്, വേണ്ട സാർ, ഇവരെ അറസ്റ്റ് ചെയ്യരുത് എന്നങ്ങ് പറയട്ടോ. അപ്പോൾ വസുന്ധര പറയും, എന്താ ഏട്ടത്തി ഈ പറയുന്നത്? ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ മകളാണ് നമ്മളുടെ സ്വർണ്ണങ്ങളെല്ലാം കടത്തിക്കൊണ്ടുപോയത്. അപ്പോൾ ഇവർ തന്നെയല്ലേ അതിനൊക്കെ കൂട്ടുനിന്നത്. അതുകൊണ്ട് ഇവരെ ഇപ്പോൾ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വരാൻ പോകുന്ന ഈ നിധിക്ക് ഇനി എന്തും ആകാം എന്നുള്ള അഹങ്കാരമുണ്ടാവും. എന്ത് ചെയ്താലും ഇവരൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നൊക്കെ ഒരു തോന്നൽ വരും. അതുകൊണ്ട് ഇപ്പോൾ ഏട്ടത്തി ഇതിൽ ഇടപെടണ്ട, ഇവരെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോവുക തന്നെ ചെയ്യണം എന്നങ്ങ് വസുന്ധര പറയാൻ കേട്ടോ. അപ്പോൾ ഇതങ്ങ് കേൾക്കുമ്പോൾ നിധിക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. വസുന്ധരയുടെ ഈ ഓരോ വാക്കുകളും അതിരുകടന്നുള്ള നിധിയെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ അങ്ങനെ പോലീസിനോട് വീണ്ടും വസുന്ധര പറയാണ്, എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയേ പറ്റുകയുള്ളൂ എന്നങ്ങ് പറയുമ്പോൾ വാശി പിടിക്കാൻ കേട്ടോ. അങ്ങനെ പോലീസ് വീണ്ടും രേണുകയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഗോപിനാഥ് അങ്ങ് പറയും, ഞാൻ പറയുന്നത് കൂടി നീ ഒന്ന് കേൾക്കണം. ഈ നിൽക്കുന്ന അശോകൻ ഒരു പാവമാണ്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന നിധിയുടെ ബന്ധുക്കൾ കൂടിയാണ് ഇവർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാം. എന്താ ഏട്ടൻ പറയുന്നത്? ഇവർക്കൊന്നും മാപ്പ് കൊടുക്കാൻ പാടില്ല. ഇവർ ചെയ്ത തെറ്റെന്താന്നുള്ളത് ഏട്ടന് മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ നിൽക്കുന്ന അശോകൻ ഒരു പാവമാണ്. അവൻ എന്ത് തെറ്റ് ചെയ്തോ ഇവരിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടും. അശോകൻ നിരപരാധിയാണല്ലോ എന്നങ്ങ് പറയട്ടോ. അപ്പോൾ അശോകൻ പറയാണ്, ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഇപ്പോൾ രേണുകയെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയാൽ ഇവിടെ നിൽക്കാൻ ഒരു സമാധാനവും ഉണ്ടാവില്ല. ഇവളുടെ ഈ സ്വഭാവം കാരണം എൻ്റെ മകൾ ശിവാനി വൃത്തികെട്ട സ്വഭാവമുള്ള കുട്ടിയായി വളർന്നു. ഇവളുടെ ഈ പെരുമാറ്റവും ഇവളുടെ ഈ കുത്തിവെച്ചുള്ള ഓരോ വാക്കുകളും ഇവൾ എല്ലാ തെറ്റുകളും എൻ്റെ മോൾ ശിവാനിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവൾ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവുമെന്നുള്ള പ്രതീക്ഷയെല്ലാം എനിക്ക് പോയി. പക്ഷേ എനിക്ക് ഒരേ ഒരു കാര്യമാണ്, എൻ്റെ മോൾ നിധി ഒരു പാവമാണ്. ഇവളുടെ കല്യാണം എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ രേണുകയെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയാൽ പിന്നെ എനിക്ക് ഇവിടെ മനസമാധാനത്തോടു കൂടി നിന്ന് എൻ്റെ നിധിമോളുടെ കല്യാണം നടത്തി തരാൻ എനിക്ക് കഴിയില്ല. ഒരു വശത്ത് എൻ്റെ മകൾ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയ വിഷമം, മറുവശത്ത് എൻ്റെ ഭാര്യയെ ഇനി അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയതിൻ്റെ ആ ഒരു വിഷമം. എനിക്ക് അതുകൊണ്ട് തന്നെ മനസമാധാനത്തോടു കൂടി എൻ്റെ നിധിമോളുടെ കല്യാണം കാണാൻ കഴിയുകയില്ല. ഇവൾ ശിക്ഷിക്കപ്പെടേണ്ടവൾ തന്നെയാണ്. പക്ഷേ ഇവൾക്ക് ഏറ്റവും വലിയ ശിക്ഷ ദൈവം തന്നെ കൊടുത്തു. സ്വന്തം മോള് ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി. നിധിക്ക് വന്ന ആലോചന തട്ടിപ്പറിച്ച് സ്വന്തം മകൾക്ക് വേണ്ടി ആക്കിയതാണ്. പക്ഷേ എന്തുണ്ടായി? ദൈവം വിധിച്ചത് കണ്ടില്ലേ? എവിടെയൊക്കെ എൻ്റെ മോൾ അങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷേ അത് തന്നെയാണ് ഇവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഇവൾ ജയിലിൽ അടച്ചാൽ ഇവൾക്ക് സ്വന്തം മകൾ എവിടെയൊക്കെ പോയതിൻ്റെ ആ ഒരു ശിക്ഷയോളം വരില്ല എന്നൊക്കെ അങ്ങ് അശോകം പറയാണ്. അങ്ങനെ നിധി അങ്ങ്
അങ്ങ് പറയാണ്, ആൻറ്റി എൻ്റെ അമ്മാവന് വേണ്ടി എൻ്റെ അപ്പച്ചിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുത്. എൻ്റെ അമ്മാവൻ ഒരു പാവമാണ്, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശിവാനി ചെയ്ത തെറ്റിന് എൻ്റെ അമ്മാവനെ ദ്രോഹിക്കരുത് എന്നൊക്കെ അങ്ങ് പറയട്ടോ. ശിവാനി തിരിച്ചു വരുന്ന സമയത്ത് അവൾ കൊണ്ടുപോയ 100 പവനും ഞങ്ങൾ തിരികെ തരാമെന്നങ്ങ് പറയുമ്പോൾ വസുന്ധര പറയാണ്, അവൾ 100 പവനുമായിട്ട് ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ അവൾ തിരിച്ചു വരുമ്പോൾ ആ 100 പവൻ തന്നെ അതേപോലെ കൊണ്ടുവരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നങ്ങ് പരിഹസിച്ച പോലെ അങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ പാറു പറയണ, ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിക്കാതെ എത്രയും പെട്ടെന്ന് നിധിയുടെയും ഗൗതമിൻ്റെയും കല്യാണം നടത്തണം, മുഹൂർത്തം കഴിയാറായി തുടങ്ങി എന്നങ്ങ് പറയട്ടോ. ഇന്നൊരു നല്ല ദിവസമല്ല, അതുകൊണ്ട് തന്നെ അശോകൻ്റെ മനസ്സ് വേദനിപ്പിക്കേണ്ട, രേണുക ചെയ്ത തെറ്റിനുള്ള ശിക്ഷ രേണുകൾക്ക് ദൈവം തന്നെ കൊടുത്തോളും എന്നൊക്കെ പാറു അങ്ങ് പറയാൻ. എന്നിട്ട് പാറു നിധിയെക്കുറിച്ചുള്ള നല്ല നല്ല വാക്കുകൾ അങ്ങ് പറയാൻ കേട്ടോ. നിധിയുടെ സ്വഭാവവും നിധിയുടെ മനസ്സിനെ കുറിച്ചുമൊക്കെ അങ്ങ് പറയണം. എത്ര വലിയ രത്നവും വജ്രവും കൊടുന്നു വെച്ചാൽ പോലും നിധിയുടെ മനസ്സിനോളം ആവില്ല. അവളുടെ മനസ്സ് അത്രയ്ക്ക് ദയയുള്ള മനസ്സ് തന്നെയാണ്. എത്ര പേരെയാണ് അവൾ ഓരോ തരത്തിലായിട്ടും സഹായിക്കുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഒരുപാട് പേരെ അവൾ സഹായിക്കുന്നത് ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്, ഈ നല്ല ഒരു കാര്യം നടക്കുന്ന ഈ നേരത്ത് നിങ്ങൾ ഇവിടെ പാടില്ല, രേണുക ഇവിടെ നിന്നും ഇറങ്ങിപ്പോവണമെന്ന് തന്നെയാണ് പാറു അങ്ങ് പറയട്ടോ. അപ്പോൾ ഗൗതമും പറയുന്നുണ്ട്, ഇവരോട് ഇവിടെ നിൽക്കാൻ തന്നെ പറയല്ലേ അമ്മ, ഇവരെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു, മര്യാദയ്ക്ക് ഈ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോവാൻ വേണ്ടി പറ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ രേണുകക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യം വരികയാണ്. നിധിയെക്കുറിച്ചുള്ള നല്ല നല്ല വാക്കുകൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരും അങ്ങ് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ രേണുകക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരികയാണ്. അങ്ങനെ രേണുക കളിച്ച കളിയിൽ രേണുക അങ്ങ് നാണം കിട്ടു പോവാൻ കേട്ടോ. അങ്ങനെ രേണുക പിന്നെ അവിടുന്ന് കല്യാണം കാണാൻ വേണ്ടി നിൽക്കാതെ തന്നെ രേണുക മണ്ഡപത്തിൽ നിന്നും അങ്ങ് ഇറങ്ങി പോവാണ്. അങ്ങനെ നിധിയുടെയും ഗൗതമിൻ്റെയും കല്യാണം അർജുനും പൂജയും കൂടി ചേർന്ന് സന്തോഷത്തോടു കൂടി അങ്ങ് നടത്തി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നിധിയുടെ കഴുത്തിൽ ഗൗതം താലി അങ്ങ് കെട്ടിക്കൊടുക്കാൻ കേട്ടോ. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.